morning students. Welcome to Political Science class 7. Today I am going to study a chapter Government. What is government? Second part. In the previous video we have already learned about what is government, levels of government. Then today we are going to study monarchy. നമ്മൾ പഠിക്കാൻ പോകുന്നത് മൊണാർക്കിയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലെവൽസ് ഓഫ് ഗവൺമെൻറ്റും ഗവൺമെൻറ് എന്താണെന്നൊക്കെ പഠിച്ചു. മൊണാർക്കി, വാട്ട് ഈസ് മൊണാർക്കി? കിങ് ഓർ ക്യൂൻ, കിങ്ങോ ക്യൂനോ ഭരിക്കുന്നതാണ് മൊണാർക്കി എന്ന് പറയുന്നത്. ദ മൊണാർക്ക് ഹാസ് ദ പവർ ടു മേക്ക് ഡിസിഷൻസ് ആൻഡ് റൺ ദ ഗവൺമെൻറ്. കിങ്ങിൻ്റെ ഭരണമാണ് അല്ലെങ്കിൽ ക്യൂവിൻ്റെ ഭരണത്തിനെയാണ് മൊണാർക്ക് എന്ന് പറയുന്നത്. ഡെമോക്രസി എന്താ? ഡെമോക്രസി in a democracy, it is the people who give the government this power. ഗവൺമെന്റിനായിട്ട് ഡെമോക്രസിയുടെ പവർ ഉള്ളത് അല്ലേ? ലെവൽസ് ഓഫ് ഗവൺമെന്റ് നമ്മൾ പഠിച്ചു. ലെവൽസ് ഓഫ് ഗവൺമെന്റ് ഏതൊക്കെയാണ്? സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, പിന്നെ ഡിസ്ട്രിക്ട് ലെവല്, വില്ലേജ് ലെവല്, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് മൊണാർക്കിയെ കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. മൊണാർക്കി, വാട്ട് മൊണാർക്കി? അനദർ ഫോം ഓഫ് ഗവൺമെന്റ് ഈസ് മൊണാർക്കി. ദ മൊണാർക്ക്, അതായത് കിങ് ഓർ ക്യൂൻ, ഹാസ് ദ പവർ ടു മേക്ക് ഡിസിഷൻസ് ആൻഡ് റൺ ദ ഗവൺമെന്റ്. അപ്പം മൊണാർക്ക് എന്ന് പറയുന്ന രാജ്യം ഭരിക്കുന്നത് കിങ്ങോ ക്യൂനോ ആയിരിക്കും. അത് പാരമ്പര്യമായും കിട്ടുന്നതായിരിക്കും അല്ലേ? കിങ് ഒക്കെ ഭരിച്ചാൽ അവിടെ ഡെമോക്രസി കാണുമോ? ഇല്ല. ഫൈനൽ ഡിസിഷൻ എടുക്കുന്ന ആരാണ്? കിങ് ആയിരിക്കും ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത്. Then but the final decisions making power remains with the monarch. Unlike in a democracy, king and queens do not have to explain their actions or defend the decisions they take. അപ്പം ജനങ്ങൾക്ക് അതിനെതിരെ പ്രതികരിക്കാനൊന്നും പറ്റത്തില്ല. എന്നാൽ ഡെമോക്രസിയിലാണെങ്കിൽ ജനങ്ങൾക്ക് റാലി നടത്തിയും അങ്ങനെ സമരങ്ങളൊക്കെ ചെയ്ത് നമുക്ക് മീഡിയയിലൂടെയൊക്കെ പ്രതികരിക്കാനായിട്ട് പറ്റും. പക്ഷേ കിങ്ങും ക്യൂവിനെ ഭരിക്കുമ്പോൾ അതൊന്നും സാധിക്കുകയില്ല. ഓക്കെ, ദെൻ ഡെമോക്രസി. ഇൻ എ ഡെമോക്രസി ഇറ്റ് ഈസ് ദ പീപ്പിൾ ഹു ഗീവ് ദ ഗവൺമെൻറ് ദിസ് പവർ. ഡെമോക്രാറ്റിക് കൺട്രി ആകുമ്പോൾ എന്താണ് അതിൻ്റെ പവർ ആയിരിക്കും? ആർക്കാണ്? എല്ലാ പവറും കൊടുക്കുന്നത് ജനങ്ങളാണ്. ദേ ഡു ദിസ് ത്രൂ ഇലക്ഷൻസ് ഇൻ വിച്ച് ദേ വോട്ട് ഫോർ പർട്ടിക്കുലർ പേഴ്സൺസ് ആൻഡ് എലക്ട് ദം. വൺസ് എലക്റ്റഡ് ദീസ് പേഴ്സൺസ് ഫ്രം ദി ഗവൺമെൻറ്. ഇൻ എ ഡെമോക്രസി ദ ഗവൺമെൻറ് ഹാസ് ടു എക്സ്പ്ലെയിൻ ഇറ്റ്സ് ആക്ഷൻസ് ആൻഡ് ഡിഫെൻഡ് ഇറ്റ്സ് ഡിസിഷൻസ് ടു ദ പീപ്പിൾ. അപ്പോൾ ഇവിടെ എന്താണ് നമുക്കറിയാം, ഇലക്ഷൻസ് ഒക്കെ വരുമ്പോൾ, അപ്പോൾ ലോക്സഭ ഇലക്ഷൻസോ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു റെപ്രസെൻറ്റേറ്റീവിന് വേണ്ടി നമുക്ക് വോട്ട് ചെയ്യാം അല്ലേ? വോട്ട് ചെയ്ത് അവരെ ജയിപ്പിച്ച് പാർലമെൻറ്റിലേക്ക് വിടാം. അതിൽ വിജയിക്കുന്ന വ്യക്തി MLA യോ MP ഒക്കെ ആയിട്ട് രാജ്യസഭയിലേക്കും ലോകസഭയിലേക്കും ഒക്കെ പോകുന്നു. ഇവർ എന്താണ് ചെയ്യുന്നത്? ഇവർ നമുക്ക് വേണ്ടി പോളിസി ഉണ്ടാക്കുന്നു, നിയമങ്ങൾ ഉണ്ടാക്കുന്നു, പിന്നെ ഇലക്ഷൻസൊക്കെ എല്ലാം ഇതൊക്കെ മേക്ക് ചെയ്യും. വേറെ പ്രധാനപ്പെട്ട ഡിസിഷൻസൊക്കെ എടുക്കുവാനുള്ള കഴിവ് ഡെമോക്രാറ്റിക്കായ ഗവൺമെൻറ്റിന് ഉണ്ട്. ഓക്കെ, ലോസ് ആൻഡ് ദി ഗവൺമെൻറ്. ദ ഗവൺമെൻറ് മേക്സ് ലോസ് ആൻഡ് എവരി വൺ ഹൂ ലീവ്സ് ഇൻ ദ കൺട്രി ഹാസ് ദ ഫോളോ ദീസ്. ദിസ് ഈസ് ദ ഓൺലി വേ ഗവൺമെൻറ് ക്യാൻ ഫങ്ഷൻ. Just like the government has the power to make decisions, similarly, it has the power to enforce its decisions. ഓക്കെ, അപ്പോൾ എന്താണ് ഗവൺമെൻറ് എന്താ പറഞ്ഞത്? ലോ മേക്ക് ചെയ്യും. അതുപോലെ തന്നെ പുതിയ നിയമം ഉണ്ടാക്കാനുള്ള അധികാരം ഗവൺമെൻറ്റിനുണ്ട്. ആ നിയമം രാജ്യത്തെ എല്ലാവരും ഫോളോ ചെയ്യണം അല്ലേ? ഗവൺമെൻറ്റിന് ഡിസിഷൻ എടുക്കുവാനും ഉള്ള പവറുണ്ട്. ആ നിയമം എൻഫോഴ്സ് ചെയ്യാൻ, അതായത് ആ നിയമം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള അധികാരം ഗവൺമെൻറ്റിന് ഉണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, there is a law that says that all persons driving a motor vehicle must have a license.
Any person caught driving a vehicle without a license can either be jailed or fined a large sum of money. Without these laws, the government's power to make decisions is not of much use. ഇപ്പോൾ എന്താ എക്സാമ്പിളായിട്ട് ഇവിടെ പറയുന്ന ഒരാൾക്ക് മോട്ടോർ സൈക്കിൾ ഓടിക്കാൻ ലൈസൻസ് വേണം അല്ലേ? ലൈസൻസ് ഇല്ലാതെ വ്യക്തിക്ക് മോട്ടോർ സൈക്കിൾ ഓടിക്കാൻ പറ്റുമോ? അങ്ങനെ ലൈസൻസ് ഇല്ലാതെ ഓടിച്ചാൽ അതിനെതിരെ പിഴ ചുമത്താനോ ജയിലടയ്ക്കുവാനോ ചെയ്യാം. ഇതാണ് എന്താണ് അതായത് ഗവൺമെൻറ് നിർമ്മിക്കുന്ന നിയമമാണ്. ഒരാൾക്ക് ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് ഗവൺമെൻറ് നിയമിക്കുന്ന ഒരു നിയമമാണ്. അതിനെ ലംഘിച്ചുകൊണ്ട് ഒന്നും നമുക്ക് ചെയ്യുവാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, ലെവൽസ് ഓഫ് ഗവൺമെൻറ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇനി അടുത്ത നെക്സ്റ്റ് ഡെമോക്രാറ്റിക് ഗവൺമെൻറ് ആണ്. ഇന്ത്യ ഈസ് എ ഡെമോക്രസി അല്ലേ? This achievement is the result of a long and eventful struggle of the Indian people. There are other places in the world where people have also struggled to the democracies. You now know that the main feature of the democracy is that the people have the power to elect their leaders. So in a sense, a democracy is ruled by the people. The basic idea is that people run themselves by participating in the making of these rules. ഇപ്പോൾ എന്താ ഇവിടെ പറയുന്നത്? ഇപ്പോൾ ഒരു ഡെമോക്രസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് എന്താണ്? ആ രാജ്യത്തെ ലീഡറെ ഇലക്റ്റ് ചെയ്യുന്നത് ആരാണ്? ജനങ്ങളാണ് ലീഡറെ ഇലക്റ്റ് ചെയ്യുന്നത്. ഇന്ത്യയെ പോലുള്ള ഡെമോക്രാറ്റിക് കൺട്രിയുടെ ഒരു സവിശേഷത എന്ന് പറയുന്നത് ആ രാജ്യത്തെ ജനങ്ങളാണ്. അവരാണ് അവിടുത്തെ ലീഡറിനെ തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് ഡെമോക്രസി എന്ന് പറഞ്ഞാൽ എന്താണ്? ജനങ്ങളാൽ ഭരിക്കപ്പെടുന്ന ഒരു രാജ്യം എന്നാണ് അർത്ഥം അല്ലേ? ദ ബേസിക് ഐഡിയ ഈസ് ദാറ്റ് പീപ്പിൾ റൂൾ ദെംസെൽസ് ബൈ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദി മേക്കിംഗ് ഓഫ് ദീസ് റൂൾസ്. ജനങ്ങൾ തന്നെ ജനങ്ങളെ ഭരിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ഡെമോക്രാറ്റിക് ഗവൺമെൻറ് എന്ന് പറയുന്നത്. അപ്പം ജനങ്ങൾ വോട്ട് ചെയ്ത് ഒരാളെ തിരഞ്ഞെടുക്കുന്നു. ദെൻ ഡെമോക്രാറ്റിക് ഗവൺമെൻറ്റ്സ് ഇൻ അവർ ടൈംസ് ആർ യൂഷ്വലി റെഫേർഡ് ടു ആസ് റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസീസ്. ഇൻ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസീസ് പീപ്പിൾ ഡു നോട്ട് പാർട്ടിസിപ്പേറ്റ് ഡയറക്ട്ലി ബട്ട് ഇൻസ്റ്റെഡ് ചൂസ് ദെയർ റെപ്രസെൻറ്റേറ്റീവ്സ് ത്രൂ ആൻ ഇലക്ഷൻ പ്രോസസ്സ്. ദീസ് റെപ്രസെൻറ്റേറ്റീവ്സ് ഓക്കെ, ഇപ്പം അത്ര നോക്കി നമ്മുടെ ഡയറക്റ്റ് ഡെമോക്രസിയാണോ നമ്മൾ ചെയ്യുന്നത്? അല്ല, ഇൻഡയറക്റ്റ് ഡെമോക്രസിയാണ്. നമ്മൾ നേരിട്ട് ഡെമോക്രസിയുടെ ഒരു ഭാഗമാകുന്നില്ല. പകരം നമ്മൾ ഒരു റെപ്രസെൻറ്റേറ്റീവിനെ സെലക്ട് ചെയ്യുന്നു അല്ല എലക്ട് ചെയ്യുന്നു. നമുക്ക് വേണ്ടി ഒരാൾ പാർലമെൻറ്റിലേക്ക് പോകും. നമ്മുടെ ആവശ്യങ്ങളൊക്കെ അവരാണ് നിറവേറ്റുന്നത്. ദീസ് റെപ്രസെൻറ്റേറ്റീവ്സ് മീറ്റ് ആൻഡ് make decisions for the entire population. These days, a government cannot call itself democratic unless it allows what is known as universal adult franchise. This means that all adults in the country are allowed to vote. അപ്പോൾ എന്താണ്? ഈ രാജ്യത്തുള്ള സകല ആളുകൾക്കും വേണ്ടി അവർ ഡിസിഷൻസ് എടുക്കുന്നു അല്ലേ? അപ്പം യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് ഇല്ലായിരുന്നെങ്കിൽ ഒരു ഡെമോക്രാറ്റിക് കൺട്രി ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 18 വയസ്സ് കഴിഞ്ഞ് എല്ലാവർക്കും വോട്ട് ചെയ്യുവാനുള്ള അവകാശമുണ്ട്. തൻ്റെ റെപ്രസെൻറ്റേറ്റീവിനെ അവർക്ക് തിരഞ്ഞെടുക്കുവാനുള്ള ഒരു അവകാശമുണ്ട്. അതാണ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ ദെയർ ഏർലിയസ്റ്റ് ഫോംസ് ഗവൺമെൻറ്റ്സ് allowed only men who own property and were educated to vote. This means that women, the poor, the property less and these uneducated were not allowed to vote. അപ്പോൾ എന്താണ്? നേരത്തെ നമ്മൾ റിച്ചായ ആളുകൾക്കോ എഡ്യൂക്കേറ്റഡ് ആയ ആളുകൾക്കോ മാത്രമേ വോട്ട് ചെയ്യാൻ നേരത്തെ അവകാശമുണ്ടായിരുന്നുള്ളൂ. അതുപോലെ സ്ത്രീകൾ, പാവപ്പെട്ടവർ, അൺഎഡ്യൂക്കേറ്റഡ് ആയുള്ള ആളുകൾ വോട്ട് ചെയ്യാനുള്ള അവകാശത്തിൽ നിന്ന് മുമ്പ് നീക്കിയിരുന്നു. എന്നാൽ ഇപ്പം
അതെല്ലാം മാറി എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശം 18 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. ഇവിടെ നോ ഡിസ്ക്രിമിനേഷൻ ആണ് അവിടെ നടക്കുന്നത്. ഓക്കെ.